ജസ്റ്റ് ഇതാക്കി കൊടുത്താൽ പോരെ? ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 4 ഗിയർ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അടിച്ചടിച്ച് കയറി പോകും. അല്ലേ? ഹൈവേയിലൊക്കെ പോകുമ്പോൾ പിന്നെ ക്രൂയിസ് കൺട്രോൾ ചെക്ക് ചെയ്താ അഡാസൊക്കെ പിന്നെ നല്ല അതിനനുസരിച്ചുള്ള റോഡ് കിട്ടണം. നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ വർക്കിംഗ് കറക്റ്റ് ഇടണം തന്നെ. എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ലൈൻ സിസ്റ്റം ആയിട്ട് ഉള്ള സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഇതിൽ എന്താ പറയുക സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാം. അതെ അതെ അതെ. രസം വർക്കിന് നമ്മളിവിടെ കോഴിക്കോട് നിന്ന് തലപ്പാറ മതി കയറി കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോരാ. അതെ, സിമ്പിളാണ്. നല്ല റോഡുമാണ്, സ്ട്രൈറ്റ് അങ്ങനെ പോവല്ലേ. അതെ അതെ. ഫുള്ള് ലൈൻ ആവാത്തോണ്ടുള്ള സിഗ്നൽ സെറ്റാ. ബസ് ഒന്ന് മാറിയിരുന്നെങ്കിൽ. വണ്ടി എടുത്തിട്ട് ഇപ്പം എത്രയായി? 2-3 മാസമായി കാണും. 11-ാം മാസം തോന്നുന്നു. 2024 വണ്ടി അല്ലേ? 2024-25 സെയിം മോഡലാണെന്നാ പറയണത്. 2 വർഷത്തേക്കില്ല 3 വർഷത്തേക്ക് ചേഞ്ച് ചെയ്യില്ല. പക്ഷെ പറ്റിക്കും. ക്രെറ്റ ഹുണ്ടായിയുടെ ഒരു മെയിൻ പ്രശ്നം ഇതാണല്ലേ, പെട്ടെന്ന് അപ്ഡേറ്റ് വരും. പക്ഷെ നമുക്ക് ഈ വരുന്ന മോഡലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, അതാണ് പ്രശ്നം. ഈ മോഡൽ നോക്കി അതാണ് ഞാൻ എന്നെ സംബന്ധിച്ചെന്താ വെച്ചാല് കഴിഞ്ഞ വർഷം എടുത്ത ആൾക്കാർക്ക് അതിന്റെ ഫീച്ചേഴ്സ്, അതായത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഈ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ അവര് പറഞ്ഞ ക്ലസ്റ്റർ ഡിസ്പ്ലേ, ആ സംഭവത്തില് ഞാനും മറ്റേ അമ്മായിക്ക് തമ്മിലുള്ള മാറ്റമുണ്ട്. രണ്ടും അത് ശരിയാ ശരിയാ ശരി, ഒരുപാട് വ്യത്യാസമുണ്ട്, നല്ല മാറ്റമുണ്ട്. കാലൊന്നും കൊടുക്കാൻ വയ്യ, വണ്ടി പറക്കണം. നമുക്ക് എന്താ വെച്ചാൽ പെട്രോളിൽ ടർബോ വരുമ്പോൾ ഇതിൻ്റെ അതിൽ ഡീസലിന് ഒരു അഡീഷണൽ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. അതായത് ഈ ഡീസൽ തന്നെ ഫുൾ പവർ കിട്ടുന്നുണ്ട്. നമ്മൾ ഫുൾ ത്രോട്ട് ആ കൊടുക്കുമ്പോൾ കിട്ടുന്ന പവർ നമുക്കൊരു ബാക്ക് വലിയൊരു ചാടുന്ന ഒരു ഫീല് വേറെ തന്നെ കിട്ടും. ഒരു ഇനീഷ്യൽ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് കയറി പോകും. പെട്രോൾ പിന്നെ ഇനീഷ്യൽ അപ്പം തന്നെ സഡൻ പിക്കപ്പ് കിട്ടും. ഡീസൽ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കോളും. പെട്രോളിലും മറ്റേ ഡീസലിനെ സംബന്ധിച്ച് മാറ്റം വരുമ്പോൾ നമുക്ക് ആ ശബ്ദത്തിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ചീറി പായണ ഒരു സൗണ്ട്. മറ്റേതെങ്ങനെ ഒരു എന്താ പറയാ, ഒരു സ്പോർട്സ് വണ്ടികളെ എങ്ങനെയാണ് വരുന്നത്, ടർബോക്കെ ആകുമ്പോൾ ഭയങ്കര നമുക്ക് ശബ്ദം വേണം. നമ്മളാ ഒരു നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടും, ഡ്രൈവിംഗ് ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് നേരം വഴിക്ക് പോകണം. ഷിഫ്റ്റ് സുഖാണ് കേട്ടോ. തെറ്റാണ്, ഞാൻ ആ ബ്രസ് ഓടിക്കുമ്പോഴേ തൊപ്പി നോക്കലാണ് ഇതില് ശീലായിട്ടില്ലേ. ഒറ്റടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു 6,000 ചില്ലറ കിലോമീറ്റർ ആയി 3 മാസം കൊണ്ട്. 1000 ആയില്ലേ? നല്ല ഓട്ടമാണല്ലോ. അപ്പോൾ അതല്ലാതെ നമ്മള് മൈലേജ് വെച്ച് നോക്കുമ്പോൾ ബ്രസ് എടുത്ത് പോകും. അതല്ല, അത് പറഞ്ഞാൽ ഷാർപ്പ് 20 പറഞ്ഞാൽ 20 കറക്റ്റ് അങ്ങോട്ട് കിട്ടും. ഇതിപ്പോ എത്ര ഏകദേശം കിട്ടുന്നുണ്ട്? ഇതിപ്പോ കമ്പനി എത്ര മൈലേജ് 20 പ്രതീക്ഷിക്കുന്നുണ്ട്. 18-19 കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആണല്ലേ? അല്ല മീൻസ് ഓട്ടോമാറ്റിക്കിന് എത്ര പറയണേ? കമ്പനി പറയുന്നത് 20-22 ഒക്കെ പറയുന്നുണ്ട്. 20 കൂട്ടും നമ്മള്. പിന്നെ നമ്മുടെ റോഡല്ലേ, പിന്നെ നമ്മളെ ആ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും. എന്തായാലും ഒരു 16-17 കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. നിലവിൽ ഇതില് കാണിക്കുന്ന എങ്ങനെയാ വെച്ചാല് 11-13 കാണിക്കുന്നത്. അത്ര കാണിക്കണുള്ളൂ. പക്ഷെ അത് അതേ സ്ഥാനത്ത് നല്ലൊരു ഡീസന്റ് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അത് 17 നോർമലി കാണിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? നമ്മള് ഡ്രൈവിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻസ് കിടക്കുന്ന നമ്മൾ വെച്ചാല് എന്റെ കൂടെ ഒരു പാർട്ട്ണർ വന്ന സമയത്ത് ഞങ്ങളൊരു ലോങ് ഒരു 300 കിലോമീറ്റർ പോയ സമയത്ത് ആള് ഓടിക്കുന്നത് വളരെ ഡീസന്റ്. അതായത് RPM നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോരണ്ട, RPM-നൊക്കെ കീഴിൽ അങ്ങനെ ഐസൊലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. അത് ഏത് വണ്ടി ആയാലും നമുക്ക് കിട്ടും. പിന്നെ നമ്മള് നല്ല റോഡ് കാണുമ്പോൾ എന്തായാലും ഈ വണ്ടിയൊക്കെ എടുത്ത് നല്ലൊരു റോഡില് നല്ല കാലം എടുത്ത് പോയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതെ, അത്രയും വില കൊടുത്ത് എടുക്കല്ലേ. സ്വാഭാവികമായിട്ട് അതിന്റെ പവറും ഇതൊക്കെ നമ്മൾ അറിഞ്ഞു ഓടിക്കണ്ടേ. എന്തായാലും ആ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും മൈലേജിൽ.
ആക്സിലേറ്ററിൽ കാല് വെക്കുമ്പോൾ നമുക്കൊരു ഡിഫൻഡർ ഫീലാണ് തരുന്നത്. നമ്മളെ ഡിഫൻഡറാണ്. ഭയങ്കര വണ്ടി തന്നെ എന്തായാലും. ക്രെറ്റ എന്ന് പറഞ്ഞാൽ അത് അവരെന്താ പറയുക, ക്രെറ്റയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഫാൻ ബേസ് തന്നെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. ഒരു അത് ഈ നേരായതുകൊണ്ടുള്ളൊരു റഷ്. പിന്നെ ഇതിൻ്റെ ഒരു ഹുണ്ടായിൻ്റെ വണ്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര സ്റ്റിയറിങ് ഭയങ്കര ലൈറ്റ്, ചെറിയ സ്റ്റിയറിങ്ങാണ്, വലുതല്ല. ഭയങ്കര ഹാൻഡിയാണ്, ഭയങ്കരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. ഈ വണ്ടിക്കുള്ള പവറിന് അതിനനുസരിച്ചുള്ള റോഡ് ഇവിടെ ഇല്ല, അതാണ് പ്രശ്നം. നമുക്ക് ലെഫ്റ്റ് എടുത്താലോ? എനിക്ക് ഭയങ്കര ഈ മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാ മോഡലും ഇഷ്ടമാണ്, പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു. ഇത് പിന്നെ അടുത്ത വണ്ടി വരുമ്പോൾ താങ്ക് യു. ഇല്ല, ഒന്നില്ലെങ്കിൽ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടും. ഒന്ന് മാറ്റിത്തരുമായിരുന്നെങ്കിൽ. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, ഇതുവരെ ഇറങ്ങിയ മോഡൽസില് ഈ വന്ന ഓരോ പുതിയ സീരീസിലും ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഈ മോഡലിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും വണ്ടികൾ റോഡിലുണ്ട്. ബുക്കിങ്ങിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ എത്ര ടോട്ടലി ഓൾ ഇന്ത്യ 1 ലക്ഷമായി എന്ന് പറഞ്ഞു. അപ്പോ ഇഷ്ടംപോലെ മറ്റേ ആര് പറയാൻ നമുക്ക് റോഡിലിറങ്ങുമ്പോൾ കാക്കയെ പോലെ കാണാനുള്ളൊരു സംഭവം. അത് ഈ ബ്ലാക്ക് എല്ലാവർക്കും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസ് മോഡ് വീഡിയോ അത് സാധനം ഇനി എന്ത് പറഞ്ഞാലുണ്ട്. അത് സർവീസ് കോസ്റ്റ് ആണെങ്കിൽ ഒരാൾക്ക് ഒരു 5-6 വർഷം കൊണ്ടുനടന്നിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞ വീഡിയോ അതെടുക്കണേ. കാരണം ബ്രസയ്ക്ക് ഭയങ്കര ആരാധകരുണ്ട്. ബ്രസയ്ക്ക് ആരാധകർ മീൻസ് ഒരു ഡീസൽ വണ്ടി നോർമലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കാം. ഞാൻ 75,000 കിലോമീറ്റർ ആടി. 6 മണിയല്ലേ? ഞങ്ങൾക്ക് പരിപാടി ഉള്ളൂ അല്ലേ? വിളിച്ചാൽ മതി. കുറേയായി ഞാൻ ഒരൊറ്റ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ എടുത്തതിൽ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോഴിക്കോട് മാറിയാണ്ട് ഓടി. ഓക്കെ. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടൊക്കെ കാണുന്നുണ്ട്. ഡ്രൈവ് സ്പീഡിലേക്ക് മോനെ ബസ്സേ മാറൂ. വെന്നൂര് ഭാഗത്ത് മറ്റേ ഹൈവേയില് നല്ല ഫ്രീ സ്പേസ് ഉണ്ട്. ഇപ്പൊ 4 കിലോമീറ്റർ കിടക്കുന്നുണ്ട്. ഉണ്ട് നല്ല സ്പേസ് ഉണ്ട്. നല്ല കറക്റ്റ് കിട്ടും, ടെൻഷൻ ഇല്ല. ഇത് മറ്റേ സ്പോർട്സ് മോഡിൽ ഇട്ടപ്പോൾ മറ്റേ സ്റ്റിയറിംഗ് ഒന്നൊരു സ്റ്റിഫായി. ആ ഒരു സ്പോർട്സ് മോഡിൻ്റെതാണ്. ഓ ഗോഡ്.
13 മൈലേജ് കിട്ടിയെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതെന്തായാലും ഇങ്ങനത്തെ വണ്ടി എന്തായാലും നമ്മൾ കാല് കൊടുത്തിട്ടില്ലേ പോവുള്ളൂ. അതിൻ്റെ ആ ഫീല് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ. അതെ. എത്ര മോഡൽ അതിനുള്ളത്? സ്പോർട്സ് എക്കണോമി, നോർമൽ, സ്പോർട്ട്. നോർമലാകുമ്പോൾ നമുക്ക് വെച്ചാൽ എങ്ങനെ വേണേൽ ഒരു 18, 20. എക്കണോമി, സ്പോർട്ട്, നോർമൽ. ഇതില് ഡയറക്റ്റ്ലി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കിനെന്താ ഈ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീല് സെപ്പറേറ്റ്ലി തന്നെ വേറെ കിട്ടും. എങ്ങനെ? ഇതിലൊന്ന് മാറും. പ്ലസ് മൈനസ് അല്ലേ? ഓക്കെ. ഇനി അതൊന്ന് ട്രൈ ചെയ്യാം. അത് ഈ പാഡൽ ഷിഫ്റ്റ് പോലെ തന്നെ പക്ഷെ ഇതിലാകുമ്പോൾ ചേഞ്ച് വേറെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കുള്ള തോന്നലാണോ എനിക്ക് ആദ്യം ഉണ്ട്. പക്ഷെ ചോദിച്ചപ്പോൾ നിലവിൽ യൂസ് ചെയ്യണവരും പറഞ്ഞു. അങ്ങനെ വന്നാലോ? ശരിയല്ലോ. എങ്ങനെ നടക്കും? സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നില്ല. ക്ലോസ് ചെയ്തോ? തിരിച്ചു വിട്ടോ എന്നാൽ. ഫേസ് ലിഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ മാസം ഇറങ്ങേണ്ടതാണല്ലേ? ഇങ്ങനെ 2025 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വരുന്നില്ല ഇല്ലല്ലേ? അപ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞ കാര്യം 1-2 കൊല്ലം ഒന്ന് പിടിച്ചു വെച്ചിട്ടായിരിക്കാം മേ ബി. ഇതന്നെ ഇപ്പം നമുക്ക് ഇറങ്ങിയത് കഴിഞ്ഞ മാർച്ചിലാണ്. കഴിഞ്ഞ മാർച്ചിലാ? 1 ഇയർ ആയി മോഡൽ ലോഞ്ച് ആയിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഇക്കൊല്ലില്ല. അപ്പോൾ തന്നെ 2025 മോഡൽ തന്നെ. അപ്പോൾ അവർ ഈ മോഡൽ തന്നെയാണ്. അപ്പോൾ അവർ ഓഫേഴ്സൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇയർ ബാക്ക് വണ്ടികൾക്ക് എത്ര പറയുന്നത്? 50,000 എങ്ങാണ്ടുണ്ട്. അവിടെ പോയി തിരിച്ചു വരാം. പോപ്പുലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാല് കൊടുത്താൽ മതി, എന്നാൽ കയറി പൊയ്ക്കോളും. പവറിന്റെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. 1500 പീസ് എന്ന് പറയാൻ തുടങ്ങിയില്ല. ആ പവർ കറക്റ്റ്.
ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും പേടില്ല. ആയിക്കോട്ടെ, ശരിക്കാം.